വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ക്ഷേത്രത്തിലേക്ക് തേക്കുമരം ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി ഇ.പി. ജയരാജൻ. ഇരണിക്കാവ് ക്ഷേത്രം തന്റെ കുടുംബസ്വത്തല്ല, ദേവസ്വത്തിന്റേതാണെന്നും ജയരാജൻ. ക്ഷേത്ര ഭാരവാഹികളുടെ കത്ത് കൈമാറുക മാത്രമാണ് താൻ ചെയ്തതെന്നും ജയരാജൻ പ്രതികരിച്ചു. മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കാണുകയുണ്ടായി. ആ വാർത്തയിൽ അവർ പറയുന്നതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതവും ബോധപൂർവമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരണാവ്. എൻ്റെ പഴയ വീടൊക്കെ അവിടെയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അതിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇരണാവുകാരനായ ഞാനൊരു മന്ത്രിയായപ്പോൾ എൻ്റെ അടുത്തൊരു നിവേദനമായിട്ട് വന്നു. ആ നിവേദനത്തിൽ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ ഈ ചുഴലി ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിലാണ്. അതിൻ്റെ ശ്രീകോവിലും അതിൻ്റെ കൊട്ടാരവും അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം ജീർണിച്ച് എത്രയോ വർഷക്കാലമായി ജീർണിച്ച് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്, പുനരുദ്ധാരണത്തിലാണ്. ഏതാണ്ട് അതിനെല്ലാം കൂടി ഒരു 1 കോടി രൂപയോളം ചിലവ് വരും. ഇത്രയും പണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കില്ല. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഡി ഗ്രേഡ് ക്ഷേത്രമാണ്. അതുകൊണ്ട് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് മരം ഗവൺമെൻറ്റിൽ നിന്ന് സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അത് വനം വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾ കൂടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടം ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്ന നിവേദനം, ആ നിവേദനം നിങ്ങൾക്ക് അയക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അവരതിൽ ആവശ്യപ്പെട്ടുള്ള 1 കോടിയോളം രൂപ ഇതിന് ചെലവ് വരുമാകെ അവർക്കതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മരം സൗജന്യമായി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവറിംഗ് ലെറ്ററോടുകൂടി അവർ വനം വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു നിവേദനം തന്നാൽ ഞാനെന്താ ചെയ്യാതെ കീറിക്കളയാൻ പറ്റുമോ? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് അയക്കല്ലേ വേണ്ടത്. മിനിസ്റ്റർക്ക് അയക്കുമ്പോൾ എൻ്റെ ലെറ്റർ പേഡിലല്ലാതെ വേറെ ലെറ്റർ പേഡിൽ അയക്കാൻ പറ്റുമോ? അതാ ചെയ്തത്. അതാ എന്ന് എഴുതി തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് തികച്ചും ബോധപൂർവം അടിസ്ഥാനരഹിതമായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇത് അങ്ങേയറ്റം മാധ്യമത്തിൻ്റെ തന്നെ അപമാനകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിഹത്യയും നടത്താനും അതുവഴി എന്തോ ഒരു കോൺസ്പിരസി, ഒരു ഗൂഢാലോചന രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആ എല്ലാം ഞാൻ അയച്ചിരിക്കുന്ന കോപ്പിയും അതുപോലെ അവർ തന്നിരിക്കുന്ന കോപ്പിയെല്ലാം തന്നെ ഞാൻ ഫയലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രാജ്യത്തിലെ ജനങ്ങളത് കാണട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു കോടിയെന്ന് എൻ്റെ കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയാണ് അവർ കണക്കാക്കുന്നത്. അതിൽ അവർക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് തന്നെയാണ് അവരുടെ ലെറ്ററിലുള്ളത്. അവരിൽ എഴുതി തന്ന നിവേദനത്തിലും അതുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു കെട്ടിച്ചമച്ച് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊരു കുടുംബക്ഷേത്രമില്ല, അങ്ങനെ കുടുംബക്ഷേത്രമേ എനിക്കില്ല. എന്തായാലും വിവരങ്ങളുമായി ജീവൻകുമാർ കൂടി ചേരുകയാണ്. ഇപ്പോൾ ജീവൻകുമാർ, എന്തായാലും കുടുംബക്ഷേത്രത്തിന് വേണ്ടി കോടികൾ വില വരുന്ന തേക്ക് ചോദിച്ചു എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. എന്നാൽ അത് കുടുംബക്ഷേത്രമല്ല, മറിച്ച് ദേവസ്വത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം? അഞ്ജു, ഒരുപക്ഷെ മുൻമന്ത്രി ഇ.പി. ജയരാജൻ്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഈ കാര്യത്തിൽ വന്നു കഴിഞ്ഞു. കണ്ണൂരിലെ ഇരണാവിലെ ചുഴലി ഭഗവതി ക്ഷേത്രം പുനരുദ്ധരീകരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി തേക്കുമരം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി എന്നൊരു വാർത്ത ഇന്ന് മറ്റൊരു മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്നാണ് ഇപ്പോൾ അതിൻ്റെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി താൻ ജനിച്ചു വളർന്ന സ്ഥലമായ കല്യാശ്ശേരിയിലെ ഇരണാവിൽ നിന്നും ക്ഷേത്ര ഭാരവാഹികൾ തന്നെ വന്ന് കണ്ടിരുന്നു. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് അത്തരം നിവേദനങ്ങൾ കിട്ടാറുണ്ട്.
അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യത്തിൽ തനിക്ക് കിട്ടിയ കത്ത് അതുപോലെ തൻ്റെ ലെറ്റർ പാഡിൽ സ്വാഭാവികമായും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തനിക്ക് കിട്ടുന്ന കത്തുകൾ തൻ്റെ ലെറ്റർ പാഡിൽ മറ്റൊരു മന്ത്രിക്ക്, കൺസെൻറ്റ് മന്ത്രിക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് ഉണ്ടായത്. വാർത്തയിൽ പറയുന്നത് പോലെ ഈ ക്ഷേത്രം തൻ്റെ ക്ഷേത്രമല്ല, ഇത് തൻ്റെ കുടുംബക്ഷേത്രമല്ല, ഒപ്പം താൻ ജനിച്ചു വളർന്ന സ്ഥലമെന്നുള്ള തരത്തിൽ തനിക്ക് ഇവിടെയുള്ള മറ്റ് പല ആളുകൾ തന്നെ സ്വാഭാവികമായും സമീപിക്കുന്നത് പോലെ തന്നെ അവരും സമീപിച്ചു. അതിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിക്ക് ഇത് സംബന്ധിച്ച ഒരു ലെറ്റർ താൻ അയച്ചു കൊടുക്കുക മാത്രമാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, വാർത്തയിൽ പറഞ്ഞിരുന്നത് 50 കോടി രൂപയുടെ മരം ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് വാർത്തയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ വാർത്ത അടിസ്ഥാനപരമല്ല. കാരണം ഇതിൻ്റെ ക്ഷേത്രഭാരവാഹികൾ പുറത്തിറക്കിയിരിക്കുന്ന ബ്രോഷറിൽ ഒപ്പം അവർ മുൻമന്ത്രിയായിരുന്ന ഇ.പി. ജയരാജനും നിലവിലത്തെ വനം വകുപ്പ് മന്ത്രി കെ രാജുവിനും നൽകിയിരിക്കുന്ന നിവേദനത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ അമ്പലം പുനരുദ്ധീകരിക്കുന്നതിന് 1 കോടി രൂപയുടെ ആവശ്യമാണ് തങ്ങൾക്കുള്ളത്. ക്യൂബിക് മീറ്റർ ഇത്ര എന്ന് എഴുതിയതിൽ വന്നിട്ടുള്ള ഏതോ ഒരു പിശകാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇത് സംബന്ധിച്ചിപ്പോൾ ഇ.പി. ജയരാജൻ നൽകിയിരിക്കുന്ന വിശദീകരണം. അഞ്ജു, എന്തായാലും ജീവൻ ഒരുപക്ഷെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, തനിക്കെതിരെ വ്യക്തമായ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ട്, ഇത്തരം വാർത്ത പടച്ചുവിടുന്നതിനു പിന്നിലുണ്ട് എന്ന്. അത്തരത്തിൽ ആരാണ് വാർത്തകൾ പടച്ചുവിടുന്നതിനു പിന്നിൽ, എത്തരം ആരോപണം ഉന്നയിക്കുന്നതിനു പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയോ? അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ ഒരു സ്ഥലത്തും അത്തരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഏതോ ചില കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ്, എന്നാൽ ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങൾ ആരാണ് എന്ന് അദ്ദേഹത്തിനും അറിവുള്ള കാര്യമല്ല. പക്ഷേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ആരോപണം അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തുകയും ചെയ്തു. അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന സാനഡു ഒഴിഞ്ഞു. അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അതിനു മുമ്പാണ് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടത്. തനിക്കെതിരായി വരുന്നത് കല്ലുവെച്ച നുണകൾ മാത്രമാണ്, ഈ കാര്യത്തിൽ ഇതാണ് തൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അഞ്ജു, ശരി. ക്ഷേത്രത്തിലേക്ക് തേക്കുമരം ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന ആരോപണത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നു ഇ.പി. ജയരാജൻ. ഇരണാവ് ക്ഷേത്രം തന്റെ കുടുംബസ്വത്തല്ല, മറിച്ച് അത് ദേവസ്വത്തിൻ്റെതാണെന്നും ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ സ്പെഷ്യൽ സെൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. തനിക്ക് കണക്കിൽപ്പെടാത്ത ഭൂമിയോ നിക്ഷേപമോ ഇല്ലെന്ന് ബാബു പ്രതികരിച്ചു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. രാവിലെ 10:30ഓടെയാണ് കെ ബാബു വിജിലൻസ് ഓഫീസിൽ ഹാജരായത്. തുടർന്ന് ഡിവൈഎസ്പി ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ ബാബുവിനെ ചോദ്യം ചെയ്തു. അന്വേഷണ വേളയിൽ ബാബുവിന്റെയും ബിനാമികളുടെയും വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്. ഭൂമി ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് ലോക്കർ സംബന്ധിച്ചും ബിനാമി ബന്ധത്തെക്കുറിച്ചുമെല്ലാം വിജിലൻസ് ബാബുവിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തു. എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബാബു വിജിലൻസിനോട് നിഷേധിച്ചതായാണ് വിവരം. ഇന്ത്യയിലോ വിദേശത്തോ തനിക്ക് നിക്ഷേപമില്ലെന്നും കണക്കിൽപ്പെടാത്ത ഒരു തുണ്ട് ഭൂമി പോലും തനിക്കില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ബാബു നൽകിയ മൊഴി വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ബന്ധു നിയമന കേസിൽ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ പരാതിക്കാരനോട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. മുൻമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്കും സഹോദരിക്കുമെതിരായ കേസിൽ അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് സംഘം കോടതിയെ അറിയിച്ചു. വിജിലൻസിനോട് അന്വേഷണ റിപ്പോർട്ട് ഡിസംബർ 4-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, 7 മുൻമന്ത്രിമാർ, മുൻ MLA-മാരടക്കം 10 നേതാക്കൾ നടത്തിയ 16 നിയമനങ്ങൾക്കെതിരെയാണ് ഹർജി. ഡേവിഡ് ലാലി കേസ് കോടതി വിശദമായ പരിശോധനയ്ക്ക് ഈ മാസം 10-ലേക്ക് മാറ്റി. സുപ്രീം കോടതി വരെ ശിക്ഷ ശരിവെച്ച ക്രിമിനൽ കേസിലെ കുറ്റവാളി ഡേവിഡ് ലാലിയെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജയിൽ ശിക്ഷ ഒഴിവാക്കിക്കൊടുത്തതിനെതിരെയാണ് ഹർജി. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ മർദ്ദിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പോലീസിനെതിരെ കേസ്. അകാരണമായി കേസെടുത്തതിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ടിംഗിനെത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ കയ്യേറ്റം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് 2 വനിതകളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് അകാരണമായി കേസെടുത്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ
പോലീസിനെതിരെ കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കേസ് നവംബറിൽ പരിഗണിക്കും. വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ച് അഭിഭാഷകരുടെ പോസ്റ്റർ. വഞ്ചിയൂർ കോടതിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞ അഭിഭാഷകർക്കെതിരെ കേസെടുത്തതിന് പ്രതികാരമായാണ് പോസ്റ്റർ അധിക്ഷേപം. വഞ്ചിയൂർ കോടതി പരിസരത്തും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിസരത്തുമാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി കേരള ഹൈക്കോടതി സുപ്രീം കോടതിയെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ടെന്നും ഹൈക്കോടതി സമ്മതിച്ചു. കേരളത്തിലെ കോടതികളിൽ പ്രവേശിക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ നൽകിയ കേസിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ട്. എന്നാൽ മീഡിയ റൂം എന്നത് ഹൈക്കോടതി നൽകുന്ന ഒരു സൗകര്യമാണെന്നും ഇത് തുടരുന്നതിന് എന്ത് തടസ്സമാണുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചു. പക്ഷെ തടസ്സകാരണം ഹൈക്കോടതി വ്യക്തമാക്കിയില്ല. പകരം മീഡിയ റൂം തുറക്കുന്നതിനെതിരായ പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതലത്തിൽ ശ്രമം നടത്തുന്നുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനായി കുറച്ച് സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 7 മാറ്റി. ഇപ്പം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടേൺ സബ്മിഷൻസ്, കാരണം ഇന്ന് അവർ സീരിയസ്നെസ് ഓഫ് ദ ഇഷ്യൂ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അവർ അപ്പീൽ ചെയ്തത്. അവർക്കും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് കോടതിയിൽ അവർ അറിയിച്ചത്. രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സി നാരായണൻ അറിയിച്ചു. യഥാർത്ഥത്തിൽ 3 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷാവസ്ഥയ്ക്കും അതുപോലെ തന്നെ മാധ്യമ വിലക്കിനും ഒരു പരിഹാരം രമ്യമായി അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സുപ്രീം കോടതി അതിന് ഒരു നിയോഗം പോലെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഈ കേസ് അതിന് വഴിമരുന്നിടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റിസുമാരായ പിനാക്കി ചന്ദ്രഘോഷ്, യു ലളിത് എന്നിവരാണ് കേസ് പരിഗണിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദില്ലി ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. BCCIക്ക് കൂച്ചുവിലങ്ങിട്ട് സുപ്രീം കോടതി. BCCIയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് നൽകുന്നത് വിലക്കുകയും ചെയ്തു. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതുവരെ സംസ്ഥാന അസോസിയേഷനുകളുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് നൽകിയത്. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ പാടില്ല. ലോധ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശോധിക്കും. BCCIക്ക് ഏർപ്പെടാൻ കഴിയുന്ന സാമ്പത്തിക കരാറുകൾക്ക് സമിതി പരിധി നിശ്ചയിക്കും. ഈ പരിധിക്ക് പുറത്ത് സാമ്പത്തിക ഇടപാടുകൾക്ക് അനുമതി വാങ്ങണം. BCCIയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും കരാറുകൾക്കുള്ള പരിധി നിശ്ചയിക്കാനും സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി ലോധ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനും സെക്രട്ടറി അജയ് ഷിർക്കയ്ക്കും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ലോധ കമ്മിറ്റി പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് BCCI. ഡിസംബർ 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് കയ്യെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വ്യാജ ലോട്ടറികളുടെ ഉറവിടം കണ്ടെത്താൻ ഉന്നതതല ദൌത്യസംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വ്യാജ കയ്യെഴുത്ത് ലോട്ടറികൾ വ്യാപകമാണെന്ന വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ സമ്മാന ഘടന പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു.
സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കൈയെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾ വ്യാപകമാകുന്ന വിഷയം പ്രതിപക്ഷത്തിൽ നിന്ന് വി ഡി സതീശനാണ് അടിയന്തര പ്രമേയമായി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നേരത്തെ സംസ്ഥാനത്തുണ്ടായിരുന്ന സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ലോട്ടറി മാഫിയകളാണ് കൈയെഴുത്ത് ലോട്ടറികൾക്ക് പിന്നിൽ. ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും തമ്മിലുള്ള ബന്ധവും എഴുത്ത് ലോട്ടറിയുടെ പ്രവർത്തനത്തിലുണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. CPM നേതാക്കളിൽ പലർക്കും ഇപ്പോഴും ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. അതേസമയം എഴുത്ത് ലോട്ടറികളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ഉന്നതതല ദൗത്യസംഘത്തെ നിയോഗിച്ചതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്ന മുറയ്ക്ക് സർക്കാർ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വ്യാജ പേപ്പർ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ട്. ഇത്തരം കേസുകളിൽ IPC കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൂടാതെ വ്യാജ ലോട്ടറി കേസിൽപ്പെടുന്ന ലോട്ടറി ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ധനമന്ത്രി സഭയിൽ ഉറപ്പു നൽകി. കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാനഘടന പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരിലേക്ക് നിയമ നടപടികൾ എത്തുന്നില്ലെന്നും വ്യാജ ലോട്ടറിയുടെ പ്രവർത്തനം സംസ്ഥാന ലോട്ടറിയുടെ വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൈയെഴുത്ത് ലോട്ടറികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ വാക്കൌട്ട് നടത്തുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും അംഗങ്ങളും സഭയിൽ തുടരുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസും ലെഗിൻസും വിലക്കിയ വൈസ് പ്രിൻസിപ്പാളിന്റെ ഉത്തരവ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫോർമൽ വേഷം ധരിക്കണം. കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ക്യാമ്പസിൽ വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ധരിക്കേണ്ടതും അല്ലാത്തതുമായ വേഷങ്ങൾ ആൺപെൺ വേർതിരിവോടെ പറയുന്നതാണ് സർക്കുലർ. പെൺകുട്ടികൾക്ക് ജീൻസ്, ലെഗിൻസ്, ഷോർട്ട് ടോപ്പ് എന്നിവ ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കൂടാതെ ചെരുപ്പും കിലുക്കമുള്ള ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല. ആൺകുട്ടികൾ ചെരുപ്പ്, ജീൻസ്, ടീഷർട്ട്, മറ്റു കാഷ്വൽ വേഷങ്ങൾ എന്നിവ ധരിക്കരുതെന്നാണ് സർക്കുലർ പറയുന്നത്. പെൺകുട്ടികൾ ഫോർമൽ വേഷങ്ങളായ ചുരിദാറും സാരിയും മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. കൂടാതെ മുടി ഒതുക്കി കെട്ടിവെക്കണം. ആൺകുട്ടികൾ ഫോർമൽ വേഷങ്ങൾക്കൊപ്പം ഷൂസും ധരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും വൃത്തിയുള്ള വേഷത്തിലാണ് എത്തേണ്ടതെന്നുള്ളതാണ് ആദ്യ നിർദ്ദേശം. വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ ഡ്രസ് കോഡ് പാലിക്കുന്നുണ്ടെന്ന് വകുപ്പ് അധ്യക്ഷന്മാരും യൂണിറ്റ് മേധാവികളും ഉറപ്പുവരുത്തണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വ്യാഴാഴ്ച ചേർന്ന കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് യോഗത്തിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത്. അതേസമയം ഇതാദ്യമായല്ല ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങുന്നതെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണിതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി: ഇത് പല ടീച്ചേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുട്ടികളുടെ ഡ്രസ് കോഡ് ശരിയല്ല, അവർ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ റിമൈൻഡർ പോലെ കൊടുത്തതാണ്. എല്ലാ വർഷവും സർക്കുലർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തിരക്കാതെയാണ് അധികൃതരുടെ തീരുമാനമെന്ന് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജിബിൻ ജെയിംസ് പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംസാരം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല. നമ്മൾ ഈ സർക്കുലർ വരുമ്പോഴാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയണത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.